പി.ആർ. ശിവശങ്കർ, ഇന്നിപ്പോൾ കേജ്രിവാളിന്റെ പ്രതികരണം കണ്ടല്ലോ. നാളെ 12 മണിക്ക് ഞാനും എം.പിമാരും എം.എൽ.എമാരും ബി.ജെ.പി. ആസ്ഥാനത്തേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആപ്പിനെ എങ്ങനെയൊക്കെ ബി.ജെ.പി. വേട്ടയാടുന്നു എന്നുള്ളത് രാജ്യം കണ്ടതാണ്. ആ വേട്ടയാടലിന് തുടർച്ചയായിട്ടാണ് സ്വാതി മാലിവാളിന്റെ കേസിനെയും ആപ്പ് കാണുന്നത്. ഇക്കാര്യത്തിൽ ബി.ജെ.പിക്ക് ഈ സ്ത്രീ സംരക്ഷകർ എന്ന ഒരു പരിവേഷത്തിൽ ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന നിലപാട് നിങ്ങൾ പല ഘട്ടങ്ങളിൽ നാരീശക്തി പറഞ്ഞിട്ടുള്ളതാണ്. ചില കാര്യങ്ങളിൽ മാത്രം അത് കാണിക്കും, ചില കാര്യങ്ങളിൽ അത് കണ്ടില്ലെന്ന് നടിക്കും. പക്ഷേ ഇപ്പോൾ സ്വാതിയുടെ കാര്യത്തിൽ നിങ്ങൾ ഉറച്ച നിലപാടെടുക്കുകയാണോ? എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ഈ പ്രകടനമായി നിങ്ങളുടെ ആസ്ഥാനത്തേക്ക്, പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തുന്ന കേജ്രിവാളിനോട് എന്താണ് ബി.ജെ.പിക്ക് പറയാനുള്ളത്? ഇതിൽ പ്രകടനമായി വരുന്ന കാര്യം നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. ഒന്ന്, ഒരു ക്രിമിനൽ കംപ്ലൈൻ്റ് ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഒരു എം പിയെ പോലുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും മുതിർന്ന ഒരു സീനിയർ ഓഫീസർ അവരെ ഒരു കംപ്ലൈൻറ്റ് ഏൽപ്പിക്കുമ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതും അത് പുറത്തു വിടേണ്ടതും അതിൽ ക്രിമിനൽ കുറ്റമില്ലാന്നും ഉണ്ടോ എന്നൊക്കെ പറയേണ്ടതും ഒരു രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരോ അല്ല. അത് പോലീസിൻ്റെ ഒരു ചുമതലയാണ്. പുറത്തു വന്ന ദൃശ്യങ്ങൾ അത് എഡിറ്റഡ് ആണോ, അത് ഏത് ഭാഗത്തു നിന്നുള്ളതാണ്, ഏത് ഭാഗത്തു നിന്നുള്ളതാണ് എടുക്കേണ്ടത്, ഏത് ക്യാമറയിൽ എടുക്കേണ്ടതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം നിശ്ചയിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം ആവേശകരമായ ഒരു സമീപനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ശരിയല്ല. കാരണം കേരളത്തിലായാലും ഇത്തരത്തിലുള്ള പല ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ കുറ്റാരോപിതരോ അല്ല CCTV ദൃശ്യങ്ങളുടെ സാധ്യതകളും അല്ലെങ്കിൽ അത് പുറത്തുവിടേണ്ടതും. ഒന്ന്. രണ്ട്, MP തടയേണ്ടത് ഒരു സെക്യൂരിറ്റിക്കാരനാണോ? അത്രയൊന്നും MP ആം ആദ്മി പാർട്ടിക്ക്. ഒരു MP വന്നു കഴിഞ്ഞാൽ അതിനെ മുഖ്യമന്ത്രിക്ക് കാണുവാൻ, അത് കൗൺസിലർ കാണുവാണെങ്കിലും അവിടെ മാറ്റി ഇരുത്തിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒക്കെ കാണുവാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കേണ്ടതാണ്. മൂന്ന്, ഞാൻ മനസ്സിലാക്കുന്നത് മർദ്ദനമേറ്റു എന്നുള്ള എയിംസിൻ്റെ റിപ്പോർട്ടാണ്. അപ്പോൾ മർദ്ദനമേറ്റിട്ടുണ്ട്, മർദ്ദനമേറ്റിട്ടില്ല, അങ്ങനെ ആരാണ് അവിടെ മർദ്ദിച്ചത് എന്നുള്ള കാര്യങ്ങളെങ്കിലും പൂർണ്ണമായിട്ടും ആം ആദ്മി പാർട്ടിക്ക് ഉത്തരം പറയേണ്ടത്. ഒരു കാര്യം വ്യക്തമാണ്, ഈ മർദ്ദനത്തെക്കുറിച്ച് സ്വാതി മാലിവാളിന്റെ മൊഴിയിൽ പറയുന്നത് തനിക്ക് നെഞ്ചിലും അടിവയറ്റിലും ഒക്കെ തൊഴിയേറ്റു എന്നാണ്, മുഖത്തടിച്ചു വിഭവ് കുമാർ എന്നുള്ളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അത്ര ശക്തമായി മർദ്ദിക്കുന്നതിനിടയിൽ തനിക്ക് ആർത്തവമാണ്, ഈ സമയത്ത് ഇങ്ങനെ മർദ്ദിക്കരുത് എന്ന് അടിവയറ്റിൽ തൊഴിക്കുമ്പോൾ അവർ പറഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ പുറത്തേക്ക് കൊണ്ടുവിടുന്ന സ്വാതി മാലിവാളിനെ അവിടുന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ, വനിതാ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളിൽ അങ്ങനെ മർദ്ദനമേറ്റതായി ആ ദൃശ്യങ്ങളിൽ നമുക്ക് തോന്നില്ല. അതേക്കുറിച്ച് എന്താണ് പറയുന്നത്? അത്രയ്ക്കും ശക്തമായ ഒരു മർദ്ദനമേറ്റ ആൾ നടന്നു പോകുന്ന പോലെയല്ല ആ പോക്ക്. സ്മൃതിക്ക് മർദ്ദനമേറ്റിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. മർദ്ദനമേറ്റാൽ 1 മണിക്കൂർ വരെയൊന്നും അങ്ങനെ വേദനയ്ക്കോ നടക്കും, മാന്യമായിട്ട് ചിലപ്പോൾ റിയാക്ട് ചെയ്തൊക്കെ നടന്നു. ഞാനൊക്കെ മർദ്ദനമേറ്റിട്ടുണ്ട്, ആശുപത്രിയിലേക്കൊക്കെ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, വേദനയൊന്നും തോന്നില്ല. 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് സാധാരണ വേദന വരുന്നത്. ഒടിഞ്ഞ ഭാഗം അല്ലെങ്കിൽ അത്ര ശരിക്കും ഒടിഞ്ഞാൽ തന്നെയും ചിലപ്പോൾ കുറേ നേരത്തേക്കൊന്നും വേദന ഉണ്ടാവില്ല. ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് പലരും എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. ആക്സിഡൻറ്റ് വിട്ടിട്ട് കാലൊക്കെ 3 പ്രാവശ്യം ഫ്രാക്ചറൊക്കെ ഉള്ള ആൾക്കാരൊക്കെ പിന്നെയാണ് മനസ്സിലാവുന്നത്. അല്ല, ഞാൻ സ്മൃതി അത്രയൊക്കെ CCTV കാണാൻ പറ്റുന്ന എനിക്കൊന്നും മനസ്സിലായില്ല. അതൊക്കെ ശരി, ഞാൻ അങ്ങനെ നോക്കാൻ പോകുന്നില്ല. താങ്കൾ നോക്കിക്കോളൂ. അത് തെറ്റാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാമല്ലോ. ഷർട്ട് കീറിയിട്ടുണ്ടോ മാറ്റം, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒക്കെ പോലീസ് നടപടി എടുക്കും. നമ്മളെന്തിനൊക്കെ ചർച്ച ചെയ്യുന്നത്? അത് ഞാൻ പറയുന്നില്ല ആം ആദ്മി പാർട്ടിയുടെ നേതാവ് മുഴുവൻ നുണയാണ് പറഞ്ഞതെന്നോ മുഴുവൻ സത്യമാണെന്നോ ഞാൻ പറയേണ്ട ആളല്ല. അത് കോടതി നിശ്ചയിക്കട്ടെ. നമ്മളൊരു സ്ത്രീ പറയുമ്പോൾ അതിൻ്റെ ഓരോ തല 4 ഇഴ കീറി അവരുടെ ദേഹത്ത് എവിടെയാണ് പരിക്ക് പറ്റിയത്, അവർ പറഞ്ഞത് ശരിയാണോ, അവരുടെ ശാരീരികമായ അസ്വസ്ഥതയുടെ ഡേറ്റ് നോക്കണോ, ഇതൊന്നും ചർച്ച ചെയ്യുന്നതിൽ ഞാൻ അംഗീകരിക്കുന്നില്ല. അതൊന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല. ആ ഒരു MP പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ പറഞ്ഞാൽ പരമാവധി അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക, അതിലെ അന്വേഷിക്കുക. അന്വേഷണത്തിന് നീതിപൂർവ്വം ഒരു അന്വേഷണം നടന്നില്ല. സ്വാതി മാലിവാൾ ആദ്യം പരാതി നൽകിയിരുന്നില്ല എന്നും പോലീസ് പരാതി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണല്ലോ. നിങ്ങളുടെ നേതാവ് BJP സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് ഇക്കാര്യം പുറത്തേക്ക് പറയുകയും ഈ വിഷയം ശക്തമായി ഉന്നയിക്കുകയും ചെയ്ത ശേഷം വനിതാ കമ്മീഷൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് മൊഴി നൽകുമെന്ന്. നേരത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിന്നിട്ടുള്ള ആളാണ് സ്വാതി മാലിവാൾ. അപ്പോൾ ഇതിന്റെ അവകാശത്തെക്കുറിച്ചും ഇതിലെങ്ങനെ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നും കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു പരാതി കൊടുക്കാതിരുന്ന ആളെ പരാതി കൊടുക്കാൻ നിർബന്ധിതരാക്കിയത് BJP ആണെന്നും, അപ്പോൾ BJP ആണ് ഇതിന് പിന്നിലെന്നും മറ്റൊരു വനിതയായ അതിഷിയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.